വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിമരം വരവ്. രാത്രി 7:30-ഓടെ ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറി. മാർച്ച് 11 വരെയാണ് ഇക്കൊല്ലത്തെ ഉത്സവാഘോഷം. നാടിന്റെ സർവൈശ്വര്യ പ്രതീകമായി നിലകൊള്ളുന്ന വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവമായി. മാർച്ച് 6 മുതൽ 11 വരെയാണ് ഇക്കൊല്ലത്തെ ഉത്സവാഘോഷം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ ശ്രീജിത്ത് നാരായണ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി അനൂപ് കല്ലേലിമന എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുവുത്സവം. വെള്ളിയാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകങ്ങൾ, പതിവ് പൂജകൾ എന്നിവയ്ക്ക് ശേഷം നാരായണീയ പാരായണം, മുഴുക്കാപ്പ്, ചന്ദനം ചാർത്ത് എന്നിവ ഉണ്ടായിരുന്നു. വടക്കേ മഴുവന്നൂർക്കരയുടെ പരദേവത എന്ന സ്ഥാനത്തുള്ള ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള തിരുവുത്സവം ഈ വർഷം മാർച്ച് 6-ാം തീയതി തുടങ്ങി അത്തനാളിൽ കൊടിയേറി മാർച്ച് 11-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. വിപുലമായ ആഘോഷ പരിപാടികളുടെ ഗാനമേള, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരകളി, കൈകൊട്ടിക്കളി, ഗാനമേള, വിവിധ പരിപാടികളോടുകൂടി എല്ലാ വർഷത്തെയും ഗംഭീരമായി ഈ വർഷവും കൊണ്ടാടുകയാണ്. എല്ലാവിധ ഭക്തജനങ്ങളുടെയും സപ്പോർട്ടും സഹകരണത്തോടുകൂടിയാണ് നാട്ടുമ്പുറത്തായ ഗ്രാമപ്രദേശത്തുള്ള ഈ പരദേവത സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാന്തേവരുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിട്ട് 5 മണിയോടെ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ കൊടിമരം വരവ് നടന്നു. ഡബിൾ കനാൽ കോതക്കുറിച്ചി മുരളീധരന്റെ ഭവനത്തിൽ നിന്നായിരുന്നു കൊടിമരം വരവ്. രാത്രി 7:30-ഓടെ ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറി. തുടർന്ന് കൈകൊട്ടിക്കളി, തിരുവാതിര, സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് എന്നിവ അരങ്ങേറി. ബ്ലാന്തേവർ GDM ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ GDM നൈറ്റ്സ് 2K26 പ്രോഗ്രാമും ഉണ്ടായിരുന്നു. യൂണിയൻ പ്രതിനിധി കൂടിയായ പ്രസിഡന്റ് VG സജീവ്, വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, സെക്രട്ടറി ലതാ സോമൻ, ജോയിന്റ് സെക്രട്ടറി ശരത് ശങ്കർ CS, ട്രഷറർ B രാമചന്ദ്രമോഹൻ, കമ്മിറ്റി അംഗങ്ങളായ KV വാസുനായർ, ഉദയകുമാർ N, ശ്യാംകുമാർ, പ്രഭാത് ജയൻ, ഗോപിനാഥൻ, രാജേഷ് S, യൂണിയൻ ആൻഡ് ഇലക്ട്രൽ പ്രതിനിധി അഡ്വക്കേറ്റ് സുരേഷ് VS തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ പരിപാടികൾ. ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറുകയാണ്. ഈ കൊടിമരം യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള ഭക്തന്മാരുടെ വീടുകളിൽ നിന്നാണ് നാളെ ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അടുത്ത വർഷം മുതൽ സ്ഥിരമായ ഒരു കൊടിമരവും, ആ കൊടിമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർണം പൂശിയ കൊടിമരം. അതായത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന തരത്തിലുള്ള ഒരു കൊടിമരം ഇവിടെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ചുറ്റുമതിൽ, അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോപുരം. ഈ പറയുന്ന വർക്കുകളാണ് ഇനി നമ്മൾ മുൻഗണനാക്രമത്തിൽ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ 2 നിലകളോടുകൂടി ചെമ്പോലം മേഞ്ഞ് സ്വർണം പൂശിയ താഴികക്കുടം ഉള്ളതാണ്. അതുപോലെ തന്നെ മനോഹരമായ ഒരു നമസ്കാര മണ്ഡപം, ചുറ്റമ്പലത്തോടു കൂടി തന്നെ ഉള്ള ചുവർ ചിത്രങ്ങൾ എല്ലാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ്. ശനിയാഴ്ച പഞ്ചാരിമേളം അരങ്ങേറ്റം, പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള, 3-ാം ദിവസമായ ഞായറാഴ്ച മധുരിമ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന കഥാപ്രസംഗം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. നമ്മുടെ തിരുവുത്സവത്തിന് ഇന്ന് കൊടി കയറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ വടക്കേ മഴുവന്നൂർക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ 6 ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളുടെയും ആളുകളുടെയും എല്ലാം വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ളൊരവസരം. അതോടൊപ്പം ഈ 6 ദിവസവും നല്ലൊരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണിവിടെ. ജാതി മത ഭേദമന്യേ എല്ലാവരും വളരെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഈ 6 ദിവസം ഇവിടെ ഉത്സവം നടത്തുന്നു. ഇതിന് ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള സ്വാഗതവും ആശംസയും അറിയിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. തിങ്കളാഴ്ച ഉത്സവബലി, ചെറിയ വിളക്ക്, ട്രാക്ക് ഗാനമേള. ചൊവ്വാഴ്ച സ്പെഷ്യൽ പഞ്ചവാദ്യം, വലിയ വിളക്ക്, വലിയ കാണിക്ക എന്നിവയാണ് പരിപാടികൾ. സമാപന ദിവസമായ ബുധനാഴ്ച തിരുവാറാട്ട്, ആൽത്തറ പാണ്ടിമേളം എന്നിവ ഉണ്ടാകും. മുത്തോലപുരം രജീഷ് നേതൃത്വത്തിൽ മേളത്തിന് അനേകം കലാകാരന്മാർ അണിനിരക്കും. ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രം കുന്നത്താട് താലൂക്കിലെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന
അതീവ വിശേഷതയാർന്ന ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ഉത്സവം കൊടിയേറി നടക്കുന്നത്. അവിടെ ആറാട്ട് ഗുരുവായൂർ നടക്കുന്ന സമയത്താണ് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത്. പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകം വെച്ചാൽ ഈ കുട്ടികളുണ്ടാവുക വൈകുന്ന അല്ലെങ്കിൽ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, അതുപോലെ മറ്റ് അഭിഷ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള വഴിപാടുകൾ, പിന്നെ കുട്ടികളുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ തട്ടുകൾ വയ്ക്കുക, അങ്ങനെ ഒത്തിരി ഭക്തർ പല വിശ്വാസത്തിൻ്റെ പരിഹാര വഴിപാടുകളായിട്ടും ഒട്ടനവധി ഭക്തർ ഇവിടെ വന്ന് ദർശനം നടത്തി സായുജ്യം അനുഗ്രഹം ഏറ്റ് പോകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.